തിരുവനന്തപുരം ജില്ലയിലെ അതിപുരാതനവും ചരിത്രപ്രസിദ്ധവുമായ ക്ഷേത്രങ്ങളിലൊന്നാണ് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. നെയ്യാറ്റിൻകര ഉണ്ണിക്കണ്ണൻ എന്ന് ഭക്തർ വാത്സല്യത്തോടെ വിളിക്കുന്ന ഇവിടുത്തെ ഭഗവാന്റെ സന്നിധിയിലേക്കൊരു ദർശനപുണ്യം. ഈ ക്ഷേത്രത്തിന് ചരിത്രവുമായി വലിയൊരു ബന്ധമുണ്ട്. എട്ടുവീട്ടിൽ പിള്ളമാരിൽ നിന്നും രക്ഷപ്പെടാൻ ഓടിയ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന് ഒളിച്ചിരിക്കാൻ ഇടം നൽകിയത് ഇവിടുത്തെ ഒരു വലിയ പ്ലാവിലായിരുന്നുവെന്ന് പറയപ്പെടുന്നു. ആ പ്ലാവ് ഇന്ന് അമ്മച്ചിപ്ലാവ് എന്നറിയപ്പെടുന്നു. രാജാവിനെ രക്ഷിച്ച ആ വലിയ പ്ലാവിന്റെ അവശിഷ്ടങ്ങൾ ഇന്നും ഇവിടെ സംരക്ഷിച്ചു പോരുന്നു. പിൽക്കാലത്ത് രാജാവ് നന്ദി സൂചകമായി നിർമ്മിച്ചതാണ് ഈ മനോഹര ക്ഷേത്രം. വെണ്ണ കൈയിൽ പിടിച്ചു നിൽക്കുന്ന ഉണ്ണിക്കണ്ണനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. വശ്യമായ പുഞ്ചിരിയോടെ നിൽക്കുന്ന കണ്ണനെ തൊഴുന്നത് മനസ്സിന് വലിയൊരാശ്വാസമാണ്. നെയ്യാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലെ ശാന്തമായ അന്തരീക്ഷം ഏതൊരു സഞ്ചാരിക്കും ഭക്തനും മനഃശാന്തി നൽകുന്ന ഒന്നാണ്. വൈകുന്നേരത്തെ ദീപാരാധന കണ്ടു തൊഴുന്നത് ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമായി ഭക്തർ കരുതുന്നു. നിങ്ങൾ തിരുവനന്തപുരത്ത് വരികയാണെങ്കിൽ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരിടമാണിത്. ചരിത്രവും ഭക്തിയും ഒത്തുചേരുന്ന നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ ചരിത്രപരമായ പ്രാധാന്യത്തിനപ്പുറം ഭക്തരെയും സഞ്ചാരികളെയും ആകർഷിക്കുന്ന മറ്റു ചില സവിശേഷതകളുണ്ട്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ എട്ടുവീട്ടിൽ പിള്ളമാരിൽ നിന്നും രക്ഷപ്പെടാൻ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഒളിച്ചിരുന്ന പ്ലാവാണിത്. ഇന്ന് ഈ പ്ലാവിന്റെ അവശിഷ്ടങ്ങൾ ക്ഷേത്രത്തിനകത്തൊരു മണ്ഡപത്തിനുള്ളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ചരിത്ര വിദ്യാർത്ഥികർക്കും സന്ദർശകർക്കും ഇത് വലിയൊരു കൗതുകമാണ്. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നെയ്യാറിന്റെ തീരത്താണ്. പണ്ടുകാലത്ത് നെയ്യാറിലൂടെ ബോട്ടിൽ വന്ന് ക്ഷേത്രദർശനം നടത്തുന്ന പതിവുണ്ടായിരുന്നു. ആറിന്റെ തീരത്തെ ശാന്തമായ അന്തരീക്ഷം ക്ഷേത്രത്തിനൊരു പ്രത്യേക ഭംഗി നൽകുന്നു. ക്ഷേത്രത്തിൽ നിന്നുള്ള ആറ്റിലെ കുളിക്കടവും പ്രസിദ്ധമാണ്. ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഉണ്ണിക്കണ്ണന്റെ രൂപമാണ്. കൈകളിൽ വെണ്ണയുമായി നിൽക്കുന്ന ബാലകൃഷ്ണ രൂപമാണിത്. ഭക്തർ തങ്ങളുടെ കുട്ടികളെ ഭഗവാനു മുന്നിൽ സമർപ്പിക്കുന്ന ചടങ്ങുകൾ ഇവിടെ ധാരാളമായി നടക്കാറുണ്ട്. ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിലും ചുറ്റമ്പലത്തിലും കാണപ്പെടുന്ന മനോഹരമായ ദാരുശില്പങ്ങൾ കേരളീയ വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണങ്ങളാണ്. പുരാണ കഥാസന്ദർഭങ്ങൾ തടിയിൽ കൊത്തിയെടുത്തിരിക്കുന്നത് ഇവിടെ കാണാം. 10 ദിവസം നീണ്ടുനിൽക്കുന്ന വാർഷികോത്സവം. ഇത് നെയ്യാറ്റിൻകര പട്ടണത്തിലെ തന്നെ ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ഒന്നാണ്. ശ്രീകൃഷ്ണ ജയന്തി നാളിൽ വിപുലമായ ആഘോഷങ്ങളും ശോഭായാത്രകളും ഇവിടെ നടക്കുന്നു. വിഷു ദിവസം ഭഗവാനെ കണി കാണാനായി ആയിരക്കണക്കിന് ഭക്തരാണ് പുലർച്ചെയെത്തുന്നത്. പ്രധാന പ്രതിഷ്ഠയായ ശ്രീകൃഷ്ണനെ കൂടാതെ ഗണപതി, ധർമ്മശാസ്താവ്, നാഗരാജാവ് എന്നീ ഉപദേവതകളും ക്ഷേത്രത്തിലുണ്ട്. തൃക്കൈവെണ്ണ, പാൽപായസം എന്നിവയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. ഇവ രാവിലെ ദർശന സമയത്ത് ബുക്ക് ചെയ്യാവുന്നതാണ്. വ്യാഴാഴ്ചകളിലും രോഹിണി നക്ഷത്ര ദിവസങ്ങളിലും ഭക്തജന തിരക്ക് കൂടുതലായിരിക്കും. അത്തരം ദിവസങ്ങളിൽ നട അടയ്ക്കുന്ന സമയത്തിന് ചെറിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നെയ്യാറ്റിൻകര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ ദൂരമേ ക്ഷേത്രത്തിലേക്കുള്ളൂ. തിരുവനന്തപുരം സെൻട്രൽ ബസ് സ്റ്റേഷനിൽ നിന്നും കന്യാകുമാരി അല്ലെങ്കിൽ നാഗർകോയിൽ റൂട്ടിൽ പോകുന്ന ബസ്സുകളിൽ കയറി നെയ്യാറ്റിൻകരയിൽ ഇറങ്ങാം. ഏറ്റവും അടുത്തുള്ളത് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളമാണ്.